ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയമാണ്. ഇപ്പോൾ തൊട്ട് തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടന്നാൽ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും SDPI ഒക്കെ DMK-യുടെ കൂടെയാണ്. അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അതാണ്. അത്തരത്തിൽ ഓരോ സ്റ്റേറ്റിന് അനുസരിച്ചുമുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവരുടെ ഹാർട്ടും ബാക്ക് ബോണുമാണ് പശ്ചിമ ബംഗാൾ. കേരളത്തിൽ കോൺഗ്രസുമായി സീറ്റ് ഷെയറിംഗ് നടത്തി സ്റ്റേറ്റ് ഷെയറിംഗ് നടത്തി 2 കൊടിയും കൂട്ടിക്കെട്ടിയാൽ അതവിടെ വലിയ രീതിയിൽ BJP അവർക്കെതിരെ ഉപയോഗിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരൊറ്റ കാര്യത്തിലുള്ള നമ്മുടെ പ്രവർത്തന മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവുകയാണ്. ശരി, ഞാനൊരു കാര്യം കൂടി നേരിട്ട് ചോദിച്ചോട്ടെ. അങ്ങേക്ക് ബേപ്പൂർ മണ്ഡലത്തിൽ പ്രചാരണ സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബേപ്പൂരിനൊരു സർപ്രൈസ് ഉണ്ടാകുമെന്നാണ്. ഞാൻ കരുതുന്നത് അങ്ങേക്കൊരു പക്ഷേ UDF അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിപദം കിട്ടാനുള്ള സാധ്യതയുണ്ട്. TMC-യുടെ പ്രതിനിധിയെ അങ്ങേക്ക് ആ മന്ത്രിസഭയിൽ ഇരിക്കാൻ പറ്റൂല. അതല്ലേ യഥാർത്ഥത്തിൽ ഒരു കാര്യം? ഇല്ല, ഞാൻ ഡോക്ടർക്ക് അറിയാമല്ലോ, ഞാനിതെല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിയതാണ്. അന്നത്തെ സാഹചര്യമൊക്കെ ഡോക്ടർക്ക് അറിയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ എൻ്റെ തലയിൽ കയറ്റിയ സ്വപ്നം കാണുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനുള്ള അധികാരങ്ങൾ വിട്ടെറിഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയതാണ്. എൻ്റെ മുന്നിലെ ലക്ഷ്യം പിണറായി ഗവൺമെൻറ്റിന് താഴെ ഇറക്കുകയും ബേപ്പൂരിൽ കുടുംബാധിപത്യം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒറ്റ പോയിന്റിൽ നിന്ന് ഞാനൊരു മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ മൈൻഡ് പോയിട്ടില്ല. ഞാൻ 4-ാം തീയതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷമുള്ള രാഷ്ട്രീയമൊക്കെ അതിന് ശേഷമുള്ളതാണ്. ഇത്തരത്തിലുള്ള വലിയ മോഹങ്ങൾ വെച്ച് ശിവദാസൻ എന്ന് പറയുന്ന ആൾ, അതായത് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ വക്താവ് രംഗത്ത് വന്നു. അങ്ങേ തള്ളി പറഞ്ഞുകൊണ്ടാണ് വന്നത്. അങ്ങേക്ക് രാഷ്ട്രീയമായി സ്ഥിരതയില്ല എന്നുള്ളതായാണ് ഒരു ആരോപണം. രണ്ടാമത്, അങ്ങ് ഒരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. ആ കത്ത് യഥാർത്ഥത്തിൽ അങ്ങ് കൊടുത്തത് തന്നെയാണോ? കേരളത്തിൽ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ചിലർ മറ്റു പാർട്ടികളിൽ നിൽക്കുന്ന, അതിൽ CPM പക്ഷത്ത് നിൽക്കുന്ന പ്രതിഭയുണ്ട്, സുരേഷ് കുറുപ്പുണ്ട്, ഈവൻ G സുധാകരനുണ്ട്, മറുഭാഗത്ത് KK രമയുടെ പേരുണ്ട്. അങ്ങനെ കുറേയധികം നേതാക്കളുടെ പേര്, കാരാട്ട് റസാക്ക്, തോമസ് ചാഴിക്കാടൻ, KJ ഷൈൻ, TK നൗഷാദ്, IM വിജയൻ, ഇവരുടെയൊക്കെ പേര് വെച്ചൊരു കത്ത് താങ്കൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് കൊടുത്തിരുന്നോ? ഭാവിയിൽ ഇവരൊക്കെ നമ്മളോട് സഹകരിക്കുമെന്ന മട്ടിൽ? തീർച്ചയായിട്ടും ഞാൻ കൊടുത്ത കത്ത് തന്നെയാണത്. ആ കത്തൊന്നും ഞാൻ ശരിക്കാൻ പോകുന്നില്ല. അതിന് ശേഷം കൊടുത്ത 2-3 കത്തുകളുണ്ട്. അതൊന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല.